ഇടയ്ക്ക് വന്നൊരു പ്രകസനം കാണിച്ചിട്ട് പോയി, അഥവാ മറ്റേ ഇതിന്റെ ഇലക്ഷന്റെ സമയത്ത് വന്നൊരു പ്രകസനം കാണിച്ചിട്ട് പോയതല്ല. പിന്നെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലില്ല. കൊല്ലം കോർപ്പറേഷൻ CPM അധികാരത്തിലിരിക്കുമ്പോൾ നിർമ്മിച്ചതാണ് ഈ പാർക്ക്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ പാർക്കിന്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണേണ്ടത്. കാട് കയറി ഇഴജന്തുക്കളുടെ താവളവും തെരുവ് നായ്ക്കളുടെ കേന്ദ്രവുമായി മാറിയിരിക്കുന്നു. പോരാത്തതിന് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും. നിങ്ങൾക്ക് ഈ പാർക്കിന്റെ വ്യൂ കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ഒരു തരത്തിലും ഇതിനുള്ളിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ പാർക്കിന്റെ ഉൾവശം ആകെ തന്നെ കീറി, ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ കീറി തുരുമ്പിച്ച് നശിച്ച അവസ്ഥയിലാണ്. ഏത് നിമിഷവും ആർക്കും എപ്പോൾ വേണമെങ്കിലും ഈ പാർക്കിനുള്ളിലേക്ക് ചാടിക്കയറാം. കാട് മൂടി ഇഴജന്തുക്കളുടെ ആസ്ഥാന കേന്ദ്രമായി തന്നെ ഇവിടെ മാറിയിരിക്കുന്നു. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് പോലും ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത സാഹചര്യം. എന്തുകൊണ്ടാണ് ഈ പാർക്കിനോട് ഇപ്പോഴും ഈ അവഗണന? എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാത്തത്? കഴിഞ്ഞ 3 വർഷമായി കൊല്ലം ബീച്ചിനോട് ചേർന്നുള്ള മഹാത്മാഗാന്ധി പാർക്ക് അടഞ്ഞുകിടക്കുകയാണ്. കാട് മൂടി പരിസരമാകെ ഇഴജന്തുക്കളുടെ വാസസ്ഥലമായിരിക്കുന്നു. തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. പോരാത്തതിന് സാമൂഹ്യ വിരുദ്ധരും. ഏതായാലും ഇവിടം ഇപ്പോൾ ഒരു പ്രേതാലയം പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ആയിരത്തി 1967 കൊല്ലം ബീച്ചിനോട് ചേർന്ന് ഈ മഹാത്മാഗാന്ധി പാർക്ക് ആരംഭിച്ചത്. എന്നാൽ 2025 25 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ കൊല്ലം ബീച്ചിലും പാർക്കിലുമായി നടക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പുതിയ ഭരണസമിതി വന്ന സ്ഥിതി നമ്മൾ വിചാരിക്കുന്നത് മാറ്റങ്ങൾ വരുമെന്നാണ്. പക്ഷേ ഇത് കണ്ടിട്ട് ഇനിയും ഉടനെ ഒന്നും മാറ്റങ്ങൾ വരാൻ ചാൻസ് ഇല്ല. കാരണം പാമ്പും പട്ടികളുടെ വികാസം തന്നെ, പട്ടികളെ കൊണ്ടാണ് സഹിക്കാൻ പറ്റാത്തത്. ഇപ്പം പുറകെ ഒരുപാട് കാരണം മുമ്പ് വലിയ വണ്ടികൾ പോകുമ്പോൾ മാത്രമായിരുന്നു. ഇപ്പൊ ചെറിയ ബൈക്കുകൾ പോകുമ്പോൾ ബൈക്കിന്റെ പുറകെ കിടന്ന് ഓടുക. ഒരുപാട് കംപ്ലൈന്റുകൾ ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരായാലും എല്ലാവരും ചേർന്നിട്ട് കംപ്ലൈന്റുകൾ ഒരുപാട് കോർപ്പറേഷനിൽ പോയിട്ടുണ്ട്. വികസനം വേണ്ട, പക്ഷെ ഒന്ന് പുല്ല് എത്തുന്ന പോലും ഇല്ലല്ലോ. ഇടയ്ക്ക് വന്നൊരു പ്രകസനം കാണിച്ചിട്ട് പോയി, അഥവാ മറ്റേ ഇതിന്റെ ഇലക്ഷന്റെ സമയത്ത് വന്നൊരു പ്രകസനം കാണിച്ചിട്ട് പോയതല്ല. പിന്നെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലില്ല. കൊല്ലം ബീച്ചിന്റെ വികസന പദ്ധതികളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് മേഖലയാക്കി കൊല്ലം ബീച്ചും പരിസരവും ഈ പാർക്കും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ യാതൊരു അനക്കവും കാണുന്നില്ല. ബീച്ചിന്റെ സുരക്ഷയും നടപ്പാതയും ഇരിപ്പിടങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഇവിടുത്തെ ഒരു ഓപ്പൺ ജിമ്മും അതുപോലെ തന്നെ സ്കേറ്റിംഗ് ഏരിയ, കളിസ്ഥലങ്ങളും അതോടൊപ്പം കുട്ടികൾക്ക് ഏറ്റവും ആകർഷണമായിട്ടുള്ള റൈഡുകളും ഒക്കെ തുരുമ്പെടുത്ത് ലക്ഷങ്ങളുടെ മുതലുകളാണ് ഈ കിടന്ന് നശിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് ഏറ്റവും സങ്കടം.